എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നിങ്ങൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോ ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരു സാറ് വന്നു, അല്ലെങ്കിൽ പുതിയ ടീച്ചർ വന്നു, നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ക്ലാസ്സിനെ തുടങ്ങുമ്പോ നോക്കട്ടെ എങ്ങനെ ഉണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി ഒരു കഥയില്ല, ഭയങ്കര പോകണം. അപ്പൊ നമ്മൾ അടുത്തുള്ള ആളോട് പറഞ്ഞേ നമ്മളുണ്ടാവട്ടോ ഗവൺമെന്റ് വിളിക്കണ്ടേ അല്ലേ? എന്നാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ബയോളജി ഇഷ്ടമുള്ള ഏരിയ ടീച്ചർ ഉഷാറാണ്. അപ്പോൾ ഒരു ഇഷ്ടം എന്നിട്ട് ബാക്കി പറഞ്ഞ ടീച്ചറാണ്. ഈ ചെയർ വെച്ചാൽ പോലും നമ്മൾ അറിയില്ല. ഇവിടെ ആരാ കമ്മ്യൂണിക്കേറ്റ്? ടീച്ചറെക്കാളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇതിൽ പറയുന്ന പേരാണ് ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് കൃത്യമായി നമ്മൾ പറയുന്ന വാക്കിനേക്കാൾ നോക്കൂ നിങ്ങൾ, എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറയുന്ന വാക്കുകൾ ഓൺലി 7% കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി 38% വോയിസ് ആൻഡ് ടോൺ. ടോൺ മാറിയ അർത്ഥം മാറിയത് കണ്ടില്ലേ? ആൻഡ് 55% ബോഡി ലാംഗ്വേജ്. അങ്ങനെ നിന്ന് വരാൻ നിൽപ്പിൽ നിന്ന് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലീഡർഷിപ്പിനെ കുറിച്ചാണ്. പിന്നെ പേഴ്സണാലിറ്റിയാണ്. അത് കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ്. പിന്നെ എന്തെങ്കിലും നമ്മൾ മനസ്സിൽ നേരെ മറിച്ച്